ഹായ് ഫ്രണ്ട്സ് ടൂറിട്ട് പോവാം. ഹീറോയെ ഓഫീസ് നോക്കാതെ ഇനിയിപ്പോൾ അകത്ത് ഇരുന്ന് സംസാരിക്കായിരുന്നു ജോലി. ഇപ്പം എല്ലാവരും പറഞ്ഞു കേട്ടു, ബോസ് വരുന്നില്ല എണി എന്ന് പറയായിരുന്നു. ഹീറോയി എണീച്ച് നിന്നു. ജിമ്മിന് വന്നു. ജിമ്മിന് നല്ല ക്യൂട്ട് ആൻസമായി കാറിന് ഇറങ്ങി സ്റ്റൈലായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ കറങ്ങി വന്നു. ഗുഡ് മോർണിംഗ് എങ്ങനെ ജിമ്മിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരും നോക്കി ഇങ്ങനെ പോയി. ജിമ്മിൽ പോകുമ്പോൾ ഇങ്ങനെ ജിമ്മിൽ തിരിഞ്ഞു നോക്കി, ഹീറോയിനെ നോക്കിയായിരുന്നു. ഹീറോ ഇരുന്നിട്ട് ഫ്രണ്ടിനോട് സംസാരിച്ചായിരുന്നു. ചെയ്ത് ജിമ്മിനകത്ത് പോയി. ജിമ്മിൽ സെക്യൂരിറ്റി വിളിച്ചായിരുന്നു. സെക്രട്ടറിയിൽ പുതിയത് ആരാരോ വന്നു വെച്ചുകൊണ്ട് സാർ ഇങ്ങനെ ലിഫ്റ്റ് കാട്ടി. ഇവർ രണ്ടുപേരും വന്നു. പേര് പ്രിയ. ഓക്കെ, കേവലിക്ക് വരാൻ പറയും സാർ. കേവലിക്ക് വരാൻ പറയുന്നു. പ്രിയ സാർ എന്താ സിഒ വിളിക്കാണ്, അകത്ത് പോ. സിഒ എടി തീർത്തി എനിക്ക് പേടിയാവടി. പേടിക്കാനടി പോ. അങ്ങനെ ഹീറോയി ഫോട്ടോയിൽ കാണുന്ന സാരി എടുത്തായിരുന്നു. ഹീറോയ്ക്ക് കുറച്ച് പേടിയായിരുന്നു. അകത്ത് വന്നു. ജിമ്മിന് ഫോട്ടോ ഇട്ടില്ല മാതിരി ബ്ലാക്ക് ഡ്രസ്സ് ഇട്ട് ഹീറോയിനെ നോക്കിക്കൊണ്ടായിരുന്നു. ഹീറോയ്ക്ക് കൺഫ്യൂസായി. ഇതെന്താ ഇങ്ങനെ നോക്കുന്നത് സാർ? യെസ്, പുതിയതാണോ കാണിക്കുന്നത്? അതെ സർ. ഇന്ത്യയാണോ? അതെ സർ. അല്ല, ഈ ഡ്രസ്സ് സൂപ്പറായിട്ടുണ്ടോ? എൻ്റെ ഡ്രസ്സ് ഇത് ഇട്ട്. സാരി സർ. ഓ സാരിയാണോ? നിന്നെ ഞാൻ സബികൾ ഹജ് ഹീറോയിനെ വിളിച്ചായിരുന്നു. ജിമ്മിനെ ചെയ്ത് ഹീറോയി ശരി സാറേ എന്ന് പോയായിരുന്നു. ചബി ഗേൾ വിളിച്ചു. ഹീറോയി ഷോക്കായി. ആരാ വിളിക്കാം? ഗേൾ? അങ്ങനെ ഹീറോയി വിളിച്ചു. ഗേളാ? എന്നെ ഹീറോയ്ക്ക് വിളിച്ചു. പ്രിയ എന്ന് വിളിച്ചു. സാർ നൈസ് നെയിം അല്ലേ ചബി ഗേൾ? സാർ അത് നീ ചബി അത്ര ഇല്ല, മോശമില്ല, ക്യൂട്ടായിട്ടുള്ള. ജിമ്മി സ്മൈൽ ചെയ്തതിന് പോയിക്കോ. ഇതായി ബ്ലൂ പ്ലൈയിൽ റെഡി ആക്കിയിട്ട് കൊണ്ടുപോകാം എന്ന് ഹീറോയ്ക്ക് ഇതാ ബ്ലൂ പ്ലൈയിൽ കൊടുത്തയച്ചതിന് ഹീറോയ്ക്ക് കൺഫ്യൂസായി. മച്ചി എന്തടി സാറ് നിന്നടി എന്നെ ഇവിടെ വന്ന് സാറ് ബുള്ളിങ് ചെയ്യടി മച്ചി, എന്താ പറ്റിയടി? നടന്നിട്ട് സാറ് ഇങ്ങനെ വെച്ച് എന്നെ കളിയാക്കായിരുന്നു. ഓ നിൽക്കുകയും വിട്ടോ ഓടിയൊന്ന് അങ്ങനെ പറ്റി പച്ച ഫയൽ. അതെ, റെഡ് ഫയൽ ഉണ്ടല്ലോടി. അതടി സെക്യൂരിറ്റി കൊടുത്ത് പോയതാടി. നിൻ്റെ റെഡ് ഫയൽ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ 2 ഫയലും അതെ റെഡ് ഫയൽ ഓൾറെഡി പാതി ചെയ്തതിന് ഓക്കെ എന്ന്. 2 ഫയൽ ഫുൾ കഴിഞ്ഞതിന് അതെ ഉച്ച ടൈമായി. ഫുഡെല്ലാം കഴിച്ച് വന്ന് ടിഫിൻ കൊണ്ടുവന്നു. ടിഫിൽ 2 പേർ ഇരുന്ന് സംസാരിക്കായിരുന്നു. ജിമ്മിന് ക്യാബിനിൽ നോക്കാൻ തുടങ്ങി. അകത്തുള്ളത് അല്ല, അകത്തുനിന്ന് നടക്കുന്നത് കാണാൻ, വെളിയിൽ നടക്കുന്നില്ല ഗ്ലാസ്സിൽ കാണുമോ നോക്കുമ്പോൾ ചെക്ക വന്ന് ഹായ് എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു. ജിമ്മിനിക്ക് ടെൻഷൻ ആയി തുടങ്ങി. ഇവൻ ആരടാ വരുന്നതെന്ന് ഹീറോക്ക് ടെൻഷനായി. ഹീറോയി ഫുഡ് കഴിച്ച് ക്ലീൻ ചെയ്ത് വന്നു. ടിഫിൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ബാത്റൂമിൽ പോയിട്ട് വരാമെന്ന് ബാത്റൂം പോയി ഹീറോയി. അപ്പോൾ ജിമ്മിന് ഇവിടുന്ന് ഇറങ്ങി. ബാത്റൂം അകത്തുണ്ടു ക്യാബിന്. ജിമ്മിന് വെളിയിൽ വന്നായിരുന്നു. ഹീറോയി വീട് കയറ്റി ഇങ്ങനെ ബാധ തുറന്ന് നോക്കുക. ജിമ്മിനെ കണ്ടു ഷോക്ക്. സാർ എന്താ ചെയ്യുന്നത്? ഹീറോയിനെ പിടിച്ചു. നീ സിംഗിളാണോ കമ്മിറ്റാണോ ചോദിച്ചു. എന്താ സാർ ചോദിക്കുന്നത്? ഒന്നുമില്ല, നീ സിംഗിളാണോ കമ്മിറ്റാണോ ഹീറോയുടെ ചോദിച്ചായിരുന്നു. ജിമ്മിൻ പറയുന്നത് കേട്ട് ഹീറോയ്ക്ക് ഷോക്കായി. സാർ അതൊക്കെ ഇപ്പം എന്താ സാർ എന്ന് വിളിച്ചായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് വിളിക്കുന്നത് കേട്ടു. സോറി സാർ, എൻ്റെ ഫ്രണ്ട് വിളിക്കാനും ഒറ്റ ഓട്ടം ഓടിപ്പോയി. ജിമ്മിൻ കൺഫ്യൂസ്. ഇവിടെ സിംഗിളാണോ കമ്മിറ്റാണോ ചോദിച്ചാൽ ഇവളൊന്നും പറയുന്നേക്കുന്നില്ല എന്ന്. അങ്ങനെ ഡേയ്സ് പോയതാണ്. ഹീറോയിൻ്റെ പുറകിലും ജിമ്മിൻ വെച്ച് ഹീറോയിൻ ടോർച്ചർ ചെയ്യായിരുന്നു. ഹീറോയ്ക്ക് ടെൻഷൻ ആവുമായിരുന്നു. ബോസായി പോയി. വേറെ ആരായിരുന്നു ശരിക്കും കണ്ണത്തിലടിക്കാതെ എന്ന് ഹീറോയിൻ ടെൻഷനിൽ പറയായിരുന്നു. ഹീറോയി ഒരു മാനേജറിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ പോയിരുന്നു. മാനേജർ സാർ എനിക്ക് 1 month ലീവാണ് സാർ, എനിക്ക് വീട്ടിലേക്ക് പോകണം സാർ എന്ന് ഹീറോയി പറഞ്ഞായിരുന്നു. എന്താ 1 month ലീവ്? സാർ ഞാൻ 1 month ലീവ് വേണോ സാർ? നീ തരണമെന്ന് പറയും സാർ. എന്നാൽ സാറിൻ്റെ അവിടെ കേട്ട് നോക്കാം എന്ന് പറഞ്ഞായിരുന്നു. സാർ പറഞ്ഞാൽ മതി സാർ. ഇങ്ങനായിട്ട് എന്നെ 1 month ലീവ് വേണം പറഞ്ഞു. ടിക്കറ്റ് ബുക്ക് ചെയ്തമ്മ. ടിക്കറ്റ് ബുക്ക് ചെയ്യില്ല സാർ. ടിക്കറ്റ് ബുക്ക് ചെയ്യണത്ര സാർ. നിങ്ങൾ പോകുന്ന മാത്രം പറഞ്ഞാൽ മതി. എവിടേക്കമ്മ പോകുന്നത്? പറഞ്ഞു എന്ന്. ഇന്ത്യക്ക് പോകുമ്പോൾ സാറെന്ന് ഇത് പോയിട്ട് ജിമ്മിൻ്റെയോട് പറഞ്ഞു. ജിമ്മിനൊക്കെ ടെൻഷനായി. എന്തിനാ പോകുന്നത് പറഞ്ഞു. ജിമ്മിനൊക്കെ ഷോക്കായി. ഇതുക്കാ പോകുന്നത് ഇവള്. ശരി ഓക്കെ കൊടുത്തോ, ഞാൻ പുറകിലാണ്. ജിമ്മിന് പ്ലാൻ ചെയ്ത് സ്മർക്ക് ചെയ്തു. ഓക്കെ ഹീറോയ്ക്ക് ജോലി. അതെ ഫ്രീ ആയി. ഹീറോയുടെ ഫ്രണ്ട് പറയുന്നതൊക്കെ ഞാനും കൂടെ വരാടി, ലീവ് എടുത്തോ. എനിക്ക് ലീവ് കിട്ടി, ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങനെ 2 പേരും ഇന്ത്യക്ക് വന്നു. ജിമ്മിന് ഫോളോ ചെയ്ത് ഹീറോയിൻ ഇന്ത്യക്ക് വന്നു. അവിടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലാറ്റിൽ ജിമ്മിൻ
താമസിച്ചു. അവിടെ അടുത്തൊരു ഫ്ലാറ്റ് ഉണ്ട്. ജിമ്മിന് ഇന്ത്യയിൽ നിന്ന് ജിമ്മിൻ പറഞ്ഞ ഹീറോയിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അവിടെ ഇന്ത്യയിലെ കുറച്ചാൾ വന്നിരുന്നു. അങ്ങനെ കുറച്ചാൾ ജിമ്മിൻ്റെ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഹീറോയിൻ്റെ അടുത്ത് ജോലി കമ്പനി ആ ചെക്കനാണ്, പേര് അജയത്ത്. അജയത്തിൻ്റെ ഫ്ലാറ്റിലാണുള്ളത്. അജയത്ത് സാർ നിങ്ങളെന്താ? ശരി ഓക്കെ. അജയത്ത് പറഞ്ഞു സാർ നിങ്ങൾ എന്നെ സാർ വന്ന് അജയത്തിനെ മുറിക്കായിരുന്നു ജിമ്മിൻ. ശരി സാർ എന്ന് പറഞ്ഞു അജയത്ത്. ശരി സാർ എനിക്ക് അവളെ കറക്റ്റ് ചെയ്തായിരുന്നു പ്ലീസ് സാർ എന്ന് പറഞ്ഞിരുന്നു. ശരി എൻ്റെ ലവ്ക്ക് ഹെൽപ്പ് ചെയ്യാമെന്ന്. അജയത്ത് ഭയങ്കര ഹാപ്പിയായിരുന്നു. കീർത്തിനെ വൺ സൈഡ് ലവ് ചെയ്യാണ് അജയത്ത്. അതുകൊണ്ട് കീർത്തിനെ കൂടെ ജോലി ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഹെൽപ്പ് ചെയ്യാൻ പ്ലീസ് സാർ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. എനിക്ക് അവളെടുത്ത് എനിക്ക് ജോബ് വേണമെന്ന് പറഞ്ഞായിരുന്നു. നിനക്ക് അവളെ സെക്യൂരിറ്റി ആക്കി തരാമെന്ന് പറഞ്ഞു ജിമ്മിൻ. പറഞ്ഞത് കൊണ്ട് കണ്ടീഷൻ എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ജിമ്മിൻ 2 സെക്യൂരിറ്റിയാണ് വെക്കാമെന്ന് പറഞ്ഞു. അതെ അവൻ അജയത്തും പറഞ്ഞ അജയത്തിക്ക് പ്രൊമോഷൻ കിട്ടി. വേറൊരു കമ്പനിയിലാണ് അജയത്തിക്ക് ജോലി കിട്ടിയത്. അതെ അജയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതെ ജിമ്മിനിക്ക് നിറയെ സെക്യൂരിറ്റി ഉണ്ട്. അറിഞ്ഞ 3 സെക്യൂരിറ്റി, 2 ബോയ്സാണ്. ഇപ്പോൾ ഒരു ഗേളിൽ വെച്ചായിരുന്നു. അതെ കീർത്തിനെ ചെയ്യാൻ പറഞ്ഞായിരുന്നു. അജയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അജയത്ത് ഹാപ്പി ആയിട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. സാർ ശരിടാ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹീറോയ്ക്ക് വീട്ടിലൊക്കെ വന്നത് ഹീറോയ്ക്ക് മാരേജ് ആയിരുന്നു. ഹീറോയിൻ മമ്മി ഡാഡിയും ഓൾറെഡി വേറെ ചെക്കൻ നോക്കിയായിരുന്നു. ഹീറോയ്ക്ക് അവർ ടോർച്ച് ചെയ്ത് ശരിക്കും കഴിഞ്ഞായിരുന്നു. അവന് വേറെ പ്ലേസിൽ പോയിരുന്നു. നമ്മളെ കഥ വില്ലൻ അവന് വേറെ സൈഡിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേഗം വരുത്തി ഹീറോയ്ക്ക് മാരേജ് കഴിയാം 3 മന്ത് വരുമെന്ന് പറഞ്ഞുകൊണ്ട് മാരേജ് പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോയ്ക്ക് മാരേജ് നടക്കുവാണ്. ജിമ്മിന് വന്നിട്ട് കാൾ വെച്ച് മുറിക്കുമായിരുന്നു. അജയത്തും ഹീറോയിൻ്റെ സെക്രട്ടറി ടെൻഷനായിരുന്നു. അജയ് എന്താ ബോസ് പറയുന്നത് ഈ ടെൻഷനാവാ. എടാ ഈ സാറ് ടെൻഷനാ എന്തോ സംഭവിക്കും അറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് പോലീസ് വന്ന് ഹീറോയിൻ മകളേക്ക് പോകുന്ന ചെക്കൻ്റെ മേലെ കുറേ കേസുണ്ട്. പിന്നെ അവൾക്ക് മാരേജായി. ഓടെ അവൻ്റെ വൈഫും കുട്ടികളും വന്നായിരുന്നു. അങ്ങനെ ഹീറോയിൻ മമ്മി ഡാഡിക്ക് സാഡായിരുന്നു. എന്ത് ചെയ്യാൻ അവിടെ മങ്ങി വീണായിരുന്നു. ജിമ്മിന് ഇറങ്ങി ഹീറോയിൻ അടുത്ത് വന്നു. അങ്ങനെ മണ്ഡപത്തിൽ ഇരുന്നു.